മലയാള സിനിമയിലെ ഏറ്റവും പോപ്പുലർ താര ദമ്പതിമാരിൽ ബിജു മേനോന്റെയും സംയുക്ത വർമ്മയുടെയും പേരുകളും ഉൾപ്പെടും. ചില അതിമനോഹര ചിത്രങ്ങൾ പ്രകടനത്തിനും സ്ക്രീനിൽ ഒന്നിച്ചെത്തുമ്പോഴുള്ള അസാമാന്യ കെമിസ്ട്രിയിലും ഇരുവരും മലയാള പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരജോഡിയാക്കി. അധികം വൈകാതെ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ബിജു മേനോനെ വിവാഹം ചെയ്ത് സംയുക്ത വർമ്മ അഭിനയ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ബിജു സിനിമയിൽ കൂടുതൽ സജീവമായപ്പോൾ യോഗയോടുള്ള തൻ്റെ പാഷൻ പിന്തുടരുകയാണ് സംയുക്ത ചെയ്തത്. ഇതിനിടെ അപൂർവമായി മാത്രമാണ് പ്രശസ്തി നായിക മാധ്യമങ്ങൾക്കും ക്യാമറയ്ക്കും മുന്നിൽ എത്താറ്. എന്തായാലും തങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ അവസരത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിനോട് മനസ്സ് തുറന്ന സംയുക്ത വർമ്മ ബിജു മേനോനുമായുള്ള തൻ്റെ പ്രണയകഥ ഓർത്തെടുത്തു. ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ച ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൻ്റെ സെറ്റ് വെച്ച് തന്നെ താൻ ബിജുവിനെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് സംയുക്ത പറഞ്ഞത്. ചന്ദ്രനിക്കുന്ന ദിക്കിൽ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി മൈസൂരിൽ എത്തിയപ്പോഴാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും ആദ്യമായി കണ്ടുമുട്ടുന്നത്. നായിക കാവ്യ പോലെ സംയുക്തയും അത് ഒരു പുതുമുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ നടി കാവ്യയ്ക്കൊപ്പം സിനിമാ താരങ്ങളിൽ നിന്ന് മാറി കുറച്ച് അകലെയാണ് ഇരുന്നിരുന്നത്. ബിജു മേനോൻ, ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരായിരുന്നു ആ സീനിയർ താരങ്ങൾ. പെട്ടെന്ന് ആരോ ഒരു മലയാള സിനിമ മാസിക സെറ്റിലേക്ക് കൊണ്ടുവന്നു. അത് വായിക്കാനായി പലരും തിടുക്കം കൂട്ടി. അപ്പോൾ പരിഹാരവുമായി എത്തിയ ദിലീപ് ബിജു ഉറക്കെ വായിക്കും, അപ്പോൾ എല്ലാവർക്കും കേൾക്കാം എന്ന് പറഞ്ഞു. യാദൃച്ഛികമെന്ന് പറയട്ടെ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലേക്കുള്ള എൻ്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വാർത്ത അതിലുണ്ടായിരുന്നു. വളർന്നു വരുന്ന നടി, ഭാവി വാഗ്ദാനം എന്നൊക്കെയുള്ള കുറേ പ്രയോഗങ്ങൾ അതിലുണ്ടായിരുന്നു. ബിജുവിൻ്റെ ആ വായന ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നുണ്ട്. ആ ലേഖനം ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. സംയുക്ത വർമ്മ ഓർത്തെടുത്തു. അത് അന്ന് അത്ര അടുപ്പമില്ലെങ്കിലും കനത്ത ശബ്ദത്തോടുള്ള ആ വായന നടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഇരുവരുടെയും ബന്ധം വളർന്നു. നാടകീയ പ്രണയരംഗങ്ങളൊന്നും തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നും പതിയെ പതിയെയാണ് അടുത്തതെന്നും സംയുക്ത വെളിപ്പെടുത്തി. ബിജു ഒരു ഒതുങ്ങിയ പ്രകൃതിക്കാരനാണ്, ഒരു മിതഭാഷിണി, സംയുക്ത കൂട്ടിച്ചേർത്തു. ഒടുവിൽ വിവാഹം ചെയ്തു. ഒരേ സമയം അതൊരു പ്രണയവിവാഹവും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹവുമായിരുന്നു. രണ്ടു താരങ്ങളുടെയും കുടുംബങ്ങൾക്കും തൃശ്ശൂരിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അറിയുകയും ചെയ്യുമായിരുന്നു. ബിജു മേനോൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവത്തെക്കുറിച്ച് സംയുക്തമായി തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് തൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ വേരുകൾ അദ്ദേഹം മറന്നിട്ടില്ല എന്നതാണ്. സംയുക്ത പറയുന്നു, അതുകൊണ്ട് ഗാനമേളയ്ക്ക് പോകാനും വഴിയോര കടകളിൽ നിന്ന് ചായ കുടിക്കാനും തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കാനും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ബിജു വീട്ടിലുള്ളപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പഴയ സുഹൃത്തുക്കളെ കാണാൻ പോകാറുണ്ടെന്ന് നടി പറഞ്ഞു.